ഇവിടുത്തെ പേരൻസ് എന്ന് പറയുന്നത് വാട്ടർ ബോട്ടിൽ വരെ, അതായത് ടിഫിൻ ബോക്സ് വരെ എടുത്ത് എന്താണോ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം നമ്മളത് എടുത്ത് അവരെ ഫീഡ് ചെയ്യുകയാണ്. അങ്ങനെ ഒരിക്കലും കുഞ്ഞുങ്ങളെ ചെയ്യരുത്. പ്രിയയുടെ മോൻ മറ്റുള്ള ഒരു കുഞ്ഞിനെ ബേബി സിറ്റ് ചെയ്യുന്നവരെ കേട്ടു. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവരെ ബേബി സിറ്റ് ചെയ്യാണ് പേരൻസ്, ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 18 or 19. ഒരു കുഞ്ഞിനെ റേസ് ചെയ്യാൻ ഒരു ഗ്രാമം തന്നെ വേണമെന്നൊരു പ്രോവർബുണ്ട്. ഇവിടെ നമുക്കൊരു അമ്മയുണ്ട്, ഷീസ് പ്രിയ ടോം. അദ്ദേഹം എങ്ങനെയാണ് അവരുടെ കുഞ്ഞുങ്ങളെ ഗ്രൂം ചെയ്തത്, അദ്ദേഹം എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളെ സ്വപ്നം കാണാൻ അനുവദിച്ചത്? ലെറ്റ്സ് നോ ഫ്രം ഹർ. പ്രിയ, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. താങ്ക് യു. പ്രിയ, 2 കുഞ്ഞുങ്ങളും ഇത്ര ചെറിയ പ്രായത്തിൽ, ഒരാൾ 9 വയസ്സിൽ, ഒരാൾ 14 വയസ്സിൽ, ഈ പ്രായത്തിൽ തന്നെ അവർ പഠിക്കുന്നു, അവർ ജോലി ചെയ്യുന്നു, അവർ ഏൺ ചെയ്യുന്നു. സോ ഇതിന് പുറകിലുള്ള ശക്തി, ഇറ്റ് ഇസ് യു ആൻഡ് യുവർ ഹസ്ബൻഡ്. വാട്ട് ഈസ് ദാറ്റ് യു ഡിഡ് ഡിഫറെൻറ്റ് ഫ്രം ആൻ ഇന്ത്യൻ പേരൻറ്റ്? ആക്ച്വലി ഞങ്ങൾ കാനഡയിൽ നിന്നാണ്. ഞാൻ ഒരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് 12 hour ഷിഫ്റ്റാണ്, 4 days in a row, 2 days and 2 nights. അപ്പം ഞാൻ ഷിഫ്റ്റിന് പോകുന്ന സമയത്ത് എൻ്റെ മൂത്ത മോൻ ചെറി 9 year ഏജ് ആയപ്പോൾ മുതൽ അവൻ്റെ കാര്യങ്ങൾ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് ഒരു 5 to 6 അവരുടെ ഫ്രം ദ മോർണിംഗ് മുതൽ ഇവരുടെ കാര്യങ്ങൾ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ് എൻ്റെ കുട്ടികൾ. അവരെ അതുപോലെ നമ്മൾ രാവിലെ എണീക്കുക, ഒരു 5 minutes ബെഡിലിരിക്കുക, കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഫൈറ്റിങ് നടത്തും. അത് കഴിയുമ്പം ഒരാൾ വാഷ്റൂമിൽ പോയി അവരുടെ കാര്യങ്ങളെല്ലാം നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ചെയ്ത് ഇറങ്ങി വരും. അത് അടുത്ത ആളപ്പത്തേനും സ്കൂളിൽ പോകാനുള്ള ബാഗ്സ് ഇതെല്ലാം റെഡിയാക്കി വെക്കും. ഇവൻ ഞാൻ ഡ്യൂട്ടിയിലാണെങ്കിൽ ഞാൻ 7:30 ആണ് എൻ്റെ ഡ്യൂട്ടി ഫിനിഷ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അവർക്കിഷ്ടം, ടോസ്റ്റൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാം ഈ കുട്ടികൾ ഇവർ തന്നെ എടുത്ത് അവർക്ക് ആവശ്യമുള്ള, ഈവൻ ചില സമയത്ത് സ്മൂത്തി ആയിരിക്കും, ചില സമയത്ത് ഇവനൊന്നും കഴിക്കത്തില്ല, ചിലപ്പോൾ ഒരു ആപ്പിളായിരിക്കും കഴിക്കുന്നത്. അത് കഴിച്ച് നമ്മൾ ഫോഴ്സ് ചെയ്യാറില്ല ഇവർ ഒരു കാര്യത്തിനും അല്ല, അവർ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഈവൻ അവരുടെ കാര്യങ്ങളെല്ലാം, ഈവൻ ലോണ്ട്രി അവർ തന്നെ ചെയ്യും. വൺസ് ഇൻ എ വീക്ക്, അത് സാറ്റർഡേയ്സ് ആയിരിക്കും ഇവരുടെ റൂം ഇവർ ക്ലീൻ ചെയ്യും. ഈവൻ ഇപ്പോൾ ഇവരൊരു ജ്യൂസ് ക്യാൻ അവിടെ വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് എടുത്ത് കളയാൻ പോകാറില്ല. അവരോട് തിരിച്ച് വരുന്നവരെ ഞാനത് വെയിറ്റ് ചെയ്യും. വന്നിട്ട് ഞാൻ ചോദിക്കും, ഇതാരെവിടെ വെച്ചേ? അപ്പം ആരാണോ വെച്ചത്, ഞാനാണോ വെച്ചത്, എടുത്ത് കളയുക. അപ്പോൾ അത് പിന്നീട് അവർ നമ്മുടെ അമ്മ ചോദിക്കും, ഇതെവിടെ ഇരിക്കുന്ന സാധനം ആരാ വെച്ചതെന്നുള്ളത്. പിന്നെ മൂത്ത മോൻ അവനെ കുക്ക് ചെയ്യും, അവനെല്ലാ കാര്യങ്ങളും അവൻ്റെ, ഇപ്പം ഞാൻ ഡ്യൂട്ടിയിലാണെങ്കിൽ റൂമെല്ലാം ക്ലീനാക്കി വെക്കും, ക്ലോത്ത്സ് എല്ലാം നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. സോ പ്രിയ പറയുന്നത് അവർ വളരെ ഓർഗനൈസ്ഡ് ആണ്. ആ ഒരു ഓർഗനൈസേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പേരൻസ് എന്ന നിലയ്ക്ക് നിങ്ങൾ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇന്ത്യൻ പേരൻസ് യൂഷ്വലി ഞാൻ കാണുന്നത് മക്കളുടെ കരിയർ ഓർത്ത് ഒത്തിരി സ്ട്രെസ്ഡാണ്. കാര്യം മിക്ക പേരൻസും, ഇപ്പം താങ്കൾ പറഞ്ഞ എന്നോട്, ഒരു സാധനം അവിടെ വെച്ചാൽ അതവിടെ തന്നെ ഇരിക്കും, അൺലെസ് ആൻഡ് അണ്ടിൽ ദേ ടേക്ക് ഇറ്റ്. ഇവിടുത്തെ പേരൻസ് മിക്കതും ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. അവരുടെ കുഞ്ഞുങ്ങളുടെ ജോലിയും കൂടെ ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നത്, അവരൊരു ഫുള്ളി പൊട്ടൻഷ്യലുള്ള ഒരു ഹ്യൂമനായിട്ട് വളരുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദം ഡസൻറ്റ് നോ ഹൗ ടു ടേക്ക് ഡിസിഷൻസ് ഫ്രം ദ ബ്രെയിൻ. മിക്കവരും തൊട്ട ഉടനെ കരയുന്ന കുട്ടികളും, പ്രിയയുടെ മോൻ മറ്റുള്ള ഒരു കുഞ്ഞിനെ ബേബി സിറ്റ് ചെയ്യുന്നവരെ കേട്ടു. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവരെ ബേബി സിറ്റ് ചെയ്യാണ് പേരൻസ്, ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 18 or 19. പാൽ കൊണ്ട് ടേബിളിൽ വെച്ചിട്ട് പഠിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന കുറേ പേരൻസ് അല്ലേ നമുക്കിവിടെ ഉള്ളത്. അങ്ങനെയുള്ള പേരൻസിനോട് പ്രിയക്ക് എന്നാണ് പറയാനുള്ളത്? പിള്ളേരെ ഒരിക്കലും നമ്മൾ പാമ്പർ ചെയ്ത് നമ്മുടെ സൈഡിൽ കീപ്പ് ചെയ്യരുത്. ഇവരെ സ്കൂളിൽ നിന്ന് തന്നെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് 7th standard മുതൽ തന്നെ കുക്ക് ചെയ്യാൻ, ഇപ്പം അമ്മ വീട്ടിലില്ല, ഡാഡി വീട്ടിലില്ല ഒന്നെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡ് എടുക്കുക, ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ബോയിൽഡ് എഗ് എടുക്കുക. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുക. ഇതിനെല്ലാം ഇവരെ കേപ്പബിൾ ആക്കുന്നത് ഫ്രം ദ സ്കൂളിൽ നിന്നാണ്. അപ്പം നമ്മളും അത് വീട്ടിൽ അതുപോലെ തന്നെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. എൻ്റെ അമ്മ ഇന്ന് വീട്ടിലില്ല, എനിക്കിന്ന് അമ്മ ഉണ്ടാക്കി വെച്ച ഫുഡേ കഴിക്കുമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അവർക്ക് ഇഷ്ടമുള്ളത് ഫുഡ് എനിക്ക് എൻ്റെ അമ്മ വീട്ടിലില്ലെങ്കിലും എൻ്റെ പപ്പ വീട്ടിലില്ലെങ്കിലും എൻ്റെ ബ്രദറിനും കൊടുക്കാനും, എൻ്റെ ബ്രദറിനെ ഫീഡ് ചെയ്യാനും, ഈവൻ ലോണ്ട്രി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാനും, റൂം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് പറയാനും, ചെയ്യിപ്പിക്കാനും, നമ്മളത് അവരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നീ ഇന്ന് ബെഡ് ക്ലീൻ ചെയ്തോ? ഇല്ല, ഇപ്പം ഇട്ടേക്കാം അന്ന് പറഞ്ഞ് അവരെ അതൊരു 3-4 times പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴത്തേനും അവരത് തന്നെ ചെയ്യും. നമ്മുടെ ഇവിടുത്തെ പേരൻസ് എന്ന് പറയുന്നത് വാട്ടർ ബോട്ടിൽ വരെ, അതായത് ടിഫിൻ ബോക്സ് വരെ എടുത്ത് എന്താണോ
അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം നമ്മളത് എടുത്ത് അവരെ ഫീഡ് ചെയ്യുകയാണ്. അങ്ങനെ ഒരിക്കലും കുഞ്ഞുങ്ങളെ ചെയ്യരുത്. നമുക്ക് ഗൈഡ് ചെയ്യുക, അവരെ ഫോഴ്സ് ചെയ്യരുത്. അവർ ഈവൻ അവർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയല്ല അത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓരോ കാര്യങ്ങളും അവരുടേതായ രീതിയിൽ വിടുക. പക്ഷേ ഒരിക്കലും കുഞ്ഞുങ്ങളെ ഫോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അവർക്ക് മെൻ്റൽ സ്ട്രെസ്സും ഫിസിക്കൽ സ്ട്രെസ്സും കൊടുക്കാതിരിക്കുക. സോ പ്രിയ പറയുന്നത് സിസ്റ്റം ഇറ്റ് സെൽഫ്, സ്കൂൾ തന്നെ അവരെ അങ്ങനെ ഗ്രൂം ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ പേരൻസിൻ്റെ സപ്പോർട്ടും വേണം. നമ്മൾ ഇവിടെ ഇന്ത്യൻ പേരൻസ് ചെയ്യുന്നത് പോലെ എല്ലാ കാര്യവും സ്പൂൺ ഫീഡ് ചെയ്യാതെ അവരെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വലായിട്ട് അവരെ വളരാൻ അനുവദിക്കുക. അതെ. Wishing you the best, Priya. Thank you so much. Thanks for coming to our podcast. And to all the viewers there, Priya പറഞ്ഞ പോലെ അവരുടെ ബേബി സിറ്റർ ആകാതിരിക്കുക. അവരും പ്രിയയുടെ മോൻ ചെയ്യുന്നത് പോലെ വേറൊരു ബേബിയെ ബേബി സിറ്റ് ചെയ്യാനുള്ള അത്രയ്ക്കും കരുതലോടെ അത്രയും റെസ്പോൺസിബിലിറ്റിയും ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്ത് അവരെ ആ ലെവലിലേക്ക് ഗ്രൂം ചെയ്യാൻ വേണ്ടി നിങ്ങൾ അനുവദിക്കുക. This is all from today's podcast. Thank you. Thanks for tuning in. See you in the next. Thank you.